പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ലെക്സേറ എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവർക്ക് സ്വന്തമായിട്ട് BNB ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന സെറ എന്ന് പറയുന്ന ഒരു ടോക്കൺ ഉണ്ട്. ടോക്കണിന്റെ പ്രൈസ് ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2800 രൂപയോളം വരുന്നുണ്ട്. പാൻകേക്ക് സ്വാപ്പിൽ ഇത് ലിസ്റ്റഡും ആണ്. ബാക്കി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഈ ഒരു സെറ എന്ന് പറയുന്ന ടോക്കൺ വഴി നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പാൻകേക്ക് സ്വാപ്പ് എല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ല. അപ്പൊ എന്തായാലും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ജോയിൻ ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളുടെ നേരെ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ സെറ എന്ന് പറയുന്ന ഒരു ടോക്കൺ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻകേക്ക് സ്വാപ്പിൽ ഇത് ലിസ്റ്റഡ് ആണ്. ഏകദേശം 2800 രൂപയോളം പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൈസ് ഇനിയും ഇൻക്രീസ് ആവും. കാരണം ഏകദേശം 1000 സംതിങ് ഒക്കെ റേറ്റിൽ നിന്ന സാധനമാണ് ഇപ്പൊ ഏകദേശം 2800 രൂപ ആ ഒരു പ്രൈസിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെറ ടോക്കൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ലെക്സേറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വെരിഫൈഡ് പ്ലാറ്റ്ഫോംസ് ആണോ എന്നുകൊണ്ട് എല്ലാ സംഭവം നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് വെരിഫൈ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഇതിലെന്ത് ചെയ്താൽ മതി, എൻട്രും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. എന്താണ് ലെക്സേറ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ലെക്സേറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മിഷൻ ആൻഡ് വിഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഡെയിലി പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്തിടാനായിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഡെയിലി പാസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 0.1% വെച്ചിട്ട് നമുക്ക് 3% വരെ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് 0.1% എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോക്കിംഗ് പീരീഡ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 30 ഡേയ്സിലോട്ടുള്ളതിന് നമുക്ക് ലോക്കിംഗ് പീരീഡ് ഉണ്ട്. നമുക്ക് അപ് ടു 2% എന്നുള്ള രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ 90 ഡേയ്സിന്റെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അപ് ടു 2.5% നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ 120 ഡേയ്സിന്റെ ഉണ്ട്. പിന്നെ 180 ഡേയ്സ്, അതുപോലെ 360 ഡേയ്സ് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അപ് ടു നമുക്ക് 3% വരെയാണ്, 0.1% to 3% വരെയാണ് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ ക്യാപിറ്റൽ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ പിങ്ക് ലോക്കിൽ നമ്മളുടെ സേഫ് ആയിരിക്കും. ഇതിനകത്ത് ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നും ഇവർക്ക് എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പാൻകേക്ക് സ്വാപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അതിപ്പോൾ നാളെ ഒരു ദിവസം ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ പിങ്ക് ലോക്കിൽ അവിടെ സേഫ് ആയിരിക്കും. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇതായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ടോക്കണിന്റെ ടോട്ടൽ സപ്ലൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 31 മില്യൺ ആണ് വരുന്നത്. അപ്പൊ 31 മില്യന്റെ ബേസിലാണ് നമുക്ക് ഈ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ആക്റ്റീവ് ഇൻകം ബോണസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ റഫറലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ റഫറലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 20 ലെവലിൽ നിങ്ങൾക്ക് ഇൻകം കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. മാച്ചിങ് ബോണസ്, അതുപോലെ റാങ്കിങ് ബോണസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൽ എങ്ങനെ എൻ്റർ ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ടോക്കൺ പോക്കറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ടോക്കൺ പോക്കറ്റ് വാലറ്റ് തന്നെ വേണം. അത് BNB ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡറി ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ ആയിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, Aave.in എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഇല്ലേ, അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ചിൽ ഈ സെറ എന്ന് പറയുന്ന ടോക്കൺ ലിസ്റ്റഡ് ആണ്. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇവിടെ ഞാനിവിടെ സെർച്ചിൽ സെറ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $31 സംതിങ് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോൾഡേഴ്സിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4243 ഹോൾഡേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അത് നിങ്ങൾക്ക് ഇവരുടെ ബ്ലോക്ക് ചെയിനിൽ, ഇതൊരു ടോക്കൺ ആണ് ഞാൻ പറഞ്ഞല്ലോ, BNB ബ്ലോക്ക് ചെയിനിൽ കയറിയിട്ട് അതിൻ്റെ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഡീറ്റെയിൽസിൻ്റെ ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ ടോക്കൺ ഇൻഫോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിസ്റ്ററി, പിന്നെ റിസ്കിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് വേറെ സൈറ്റിലോട്ട് ലോഡാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമില്ല, വാണിംഗ് ആയിട്ടുള്ള സംഭവമില്ല, അൺകോൺ ആയിട്ടുള്ള ഒരു സംഭവവും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഓരോ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓഡിറ്റഡ് Aave.in എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ, അതായത് നമുക്കിതിനകത്ത് ആഡ്മിനുമായിട്ട് ബന്ധപ്പെട്ട് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഡ്മിന് കൈ കടത്താൻ, അല്ലെങ്കിൽ ബിറ്റ്കോയിനൊക്കെ അറിയാലോ, ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള രീതിയിൽ അന്നത്തെ കാലത്ത് ഡെവലപ്പ് ചെയ്ത് വിട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുതിയ ടെക്നോളജികളൊന്നും ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏത് വെരിഫൈഡ് ആയിട്ടുള്ള പ്രൊജക്റ്റിലും വരുന്നത്. അപ്പോൾ അതിൽ റീ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതിലെല്ലാം വെരിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആയിരിക്കും പലരും നോക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവേ.in കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ടോപ്പ് 10 ആയിട്ട് വരുന്ന ടോക്കൺ ഹോൾഡേഴ്സ് ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു ടോക്കണും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ടോപ്പ് 10 ആയിട്ട് വരുന്ന മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഹോൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ റിസർച്ച് ചെയ്ത് നോക്കാം. അതിന് അനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും എന്റെ ടോക്കൺ പോക്കറ്റ് വാലറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോ BNB കുറവാണ്, USDT നമുക്ക് ഇത്രയും പോരാ, ഏകദേശം ഒരു 65 USDTയോളം വേണം. പിന്നെ BNB വരാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 200 രൂപയുടെ BNB നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വഴി ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ട് അഡ്രസ് വെച്ചിട്ട് നമുക്ക് സെറ ടോക്കൺ നമ്മളുടെ ഈ ഒരു ടോക്കൺ പോക്കറ്റ് വാലറ്റോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കസ്റ്റം ടോക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വരിക. ഇവിടെ ഇൻപുട്ട് ടോക്കൺ എന്ന് പറയുന്ന അവിടെ കോൺട്രാക്ട് അഡ്രസ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിമ്പിൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും, സിമ്പിൾ വന്നിട്ടുണ്ടാവും. അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ നേരെ എന്ത് ചെയ്യുക, ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ സെറ ടോക്കൺ ഇവിടെ ആഡായിട്ടുണ്ട്. ഏകദേശം 2800 സംതിങ് കാര്യങ്ങളൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സെറ ടോക്കൺ കോൺട്രാക്ട് അഡ്രസ് വെച്ചിട്ട് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ വന്നാൽ മതി. എൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം. അപ്പോൾ ആ ഒരു ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ ടോക്കൺ പോക്കറ്റ് വാലറ്റിന്റെ ബ്രൗസർ ത്രൂ എന്ത് ചെയ്യാം, ഇതുപോലെ നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു പേജ് അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലോഗിൻ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ BP20 വാലറ്റ് അഡ്രസ്, അതായത് നമ്മുടെ കണക്റ്റഡ് വാലറ്റ് അഡ്രസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ഇവിടെ ലോഗിൻ കൊടുക്കുക. എന്നിട്ട് ഒരു സംഭവം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും, റിക്വസ്റ്റ് ടു സൈൻ ദ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ആയി. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാൻകേക്ക് സ്വാപ്പിൽ പോയിട്ട് നമ്മൾ USDT കൊടുത്തിട്ട് സെറ വാങ്ങിക്കണം. അപ്പോൾ സെറ വാങ്ങിക്കുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ 2 സെറ വാങ്ങിച്ചിട്ടുണ്ട് പാൻകേക്ക് സ്വാപ്പിൽ നിന്ന്. അത് എങ്ങനെയാണ് വാങ്ങിക്കുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോക്കൺ പോക്കറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിസ്കവർ എന്ന് പറയുന്ന സെക്ഷനിൽ അതിലോട്ട് വരിക. എന്നിട്ട് ഇവിടെ പാൻകേക്ക് സ്വാപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മേലെ വാലറ്റ് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ കണക്ഷൻ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൽ കണക്ട് ആവും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ BNB എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നില്ലേ, അതിലെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ ഒരു USDT കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. USDT സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ കോൺട്രാക്ട് അഡ്രസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സെറ എന്ന് പറഞ്ഞിട്ട് വരും. അതിനുശേഷം നമ്മൾ USDT നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അതിനകത്ത് നമ്മുടെ അതിനകത്ത് കിടക്കുന്നത് 65 USDTക്ക് ശരിക്കും 2 സാറാണ് നമുക്ക് ഇതിനകത്ത് മിനിമം ഡിപ്പോസിറ്റ് എമൗണ്ട് വരുന്നത്. അപ്പോൾ 65 USDT എൻ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 0.5 ആണ് പേജ് ടോളറൻസ് കിടക്കുന്നത്, അത് കിടന്നോട്ടെ. ഇവിടെ USDT ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, സ്വാപ്പ് കൊടുക്കുക. സ്വാപ്പ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു USDTക്ക് സെറ ടോക്കൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. പാൻകേക്ക് സ്വാപ്പ് വഴി എങ്ങനെയാണ് സെറ ടോക്കൺ ബൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങളുടെ ടോക്കൺ പോക്കറ്റ് വാലറ്റ് ഡാഷ്ബോർഡിലോട്ട് വരിക. അപ്പോൾ അവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ BNB കാണാം, 200 രൂപയുടെ BNB ഞാൻ ആക്കിയിട്ടുണ്ട്. സെറ ടോക്കൺ ഇവിടെ 2 കാണാം. അതിനുശേഷം എന്ത് ചെയ്യുക, നേരെ നമ്മളെ ഡിസ്കവറിൽ വന്നിട്ട് നമ്മളുടെ ലക്സെറ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് നമുക്കിവിടെ താഴോട്ട് വരുന്ന സമയത്ത് സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേക്ക് സെറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വരാം. അതിലോട്ട് വന്നിട്ട് നമുക്കിവിടെ ലോക്കിൻ ഡേയ്സ് നമുക്ക് 360 ഡേയ്സ് വെക്കാം. ഒരു 2 സെറ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേക്ക് ചെയ്യാം. 2 സെറയാണല്ലോ അവിടെ ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്നൊക്കെ വന്നിട്ട് വരും. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സക്സസ് ആയിട്ടുള്ള രീതിയിൽ വരുന്നതായിരിക്കും. ഇവിടെ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ടോട്ടലായിട്ട് അതിൻ്റെ USDT വാല്യൂ കാര്യങ്ങളൊക്കെ, അതുപോലെ കമ്മീഷൻ നമുക്ക് ടോട്ടലായിട്ട് എത്രയാണ് സെറ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് എല്ലാം നമുക്ക് ആ ഡാഷ്ബോർഡിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം കമ്മീഷൻ ലിമിറ്റ് 4 സെറ എന്ന് പറഞ്ഞിട്ട് ടോട്ടലായിട്ട് 4 സെറയാണ് നമുക്ക് കിട്ടുക.
ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഡീറ്റെയിലും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സെറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ, അതായത് ലെക്സെറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ നമുക്ക് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലിവിടെ സെറ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നില്ലേ, അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളത് വിഡ്രോളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ആയിട്ടുള്ള രീതിയിൽ 0.2% കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. കമ്മീഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 സെറയാണല്ലോ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ടോട്ടലായിട്ട് നമുക്ക് 4 സെറയാണ് കിട്ടുക. അപ്പോൾ ഒരു സെറേന്റെ പ്രൈസ് തന്നെ നിങ്ങൾക്ക് അറിയാം, ഏകദേശം 2800 രൂപയാണ് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 6000 ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. പിന്നെ ടോട്ടലായിട്ടുള്ള സെറ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കാണാം. പിന്നെ USDT വാല്യൂ ഏകദേശം $63 വരുന്നത്. പിന്നെ നമ്മൾ റഫറലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസീവ് പ്രോഫിറ്റ്, അതുപോലെ മാച്ചിങ് ബോണസ്, റാങ്കിങ് ബോണസ് ആ ഒരു രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വിസ കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് USDT ആയിട്ടുള്ള രീതിയിലും നമുക്ക് ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് USDT സെറ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ സെറ എക്കോസിസ്റ്റം, USDT എക്കോസിസ്റ്റം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ USDT എക്കോസിസ്റ്റം എന്ന് പറയുന്നില്ലേ, അപ്പോൾ അതിലെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് വിഡ്രോളിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലിവിടെ വിഡ്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 USDT ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 10 USDT സെറ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യ, ഇന്ത്യ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യ ആണല്ലോ വേണ്ടത്, ഇന്ത്യയിൽ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഇന്ത്യയിൽ USDT ആയിട്ടുള്ള രീതിയിൽ വിഡ്രോ ചെയ്യാം. USDT ആയിട്ടുള്ള രീതിയിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 9 USDT നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ മാസ്റ്റർ കാർഡിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. പിന്നെ വിസ കാർഡിലോട്ടുള്ള വിഡ്രോൽ ഉണ്ട്, പേപാൽ ഉണ്ട്, പിന്നെ ബാങ്ക് വിഡ്രോവൽ ഉണ്ട്. ബാങ്ക് വിഡ്രോവലിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ടോട്ടൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോലും കാര്യങ്ങളൊക്കെ റിലീസ് ആവുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് വിഡ്രോലും കാര്യങ്ങളൊക്കെ ചെയ്യാം, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.